ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ്. ഞാനത് നേരത്തെ ഒന്നിട്ടതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഈ ഒന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഒരു വട്ടം ഇട്ടതാണ്. എന്നാലും നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇതൊന്നുകൂടി കണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ ആദ്യ പാർട്ടിലെ. അതൊന്നും കൂടെ എന്തായാലും ഞാൻ എഴുതിയല്ലോ, അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലും നോക്കണം, മലയാളം മീഡിയക്കാർ മലയാളത്തിൽ നോക്കണം കേട്ടോ. നമ്മുടെ പാഠത്തിൻ്റെ പേര് മധ്യകാല ഇന്ത്യ എന്നാണ്. എന്താണ് മധ്യകാല ഇന്ത്യ? അതായത് മിഡീവൽ ഇന്ത്യ. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരിയുടെ പേരെന്താണ്? ഒന്നാമത്തെ ചോദ്യം, 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി, അതായത് ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526? ബാബർ. എന്താണ്? ബാബർ. ഇംഗ്ലീഷും മലയാളം ഉണ്ടോ കുഞ്ഞുങ്ങളെ? അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതണം കേട്ടോ. ഭരണാധികാരികളുടെ എന്ന് വെച്ചാൽ മുഗൾ, അതിൻ്റെ പേരെന്താന്ന്, എന്തൊക്കെയാ, ഏതൊക്കെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു നമ്മുടെ മുകളിൽ? നോക്കണേ, അത് നിങ്ങളുടെ ടെസ്റ്റിലേക്ക് കേട്ടോ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. പറയാനറിയാൻ വയ്യാത്തവർ നമ്മുടെ മലയാളത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാഞ്ഞത് ടെസ്റ്റിൽ കിടപ്പുണ്ടത് കേട്ടോ. മുഗൾ ഭരണാധികാരികളുടെ പേര് ചോദിച്ചാൽ 6 പേരുടെ പേര് തന്നിട്ടുണ്ട്. പറയാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ബാർബർ എന്നല്ല കേട്ടോ, ബാബറാണ്. ചില പേപ്പറിൽ ബാർബർ എന്ന് കണ്ടോണ്ടാ. ബാബറാണ്, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. 2 ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ. അപ്പം ഒന്നാമത്തെ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? രണ്ടാമത്തെ മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണ്? രണ്ടാമത്തെ ഇത് വ്യാപിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഈ മുഗൾ ഭരണം എന്ന് വെച്ചാൽ എന്താ? Find the list out the existing countries where the Mughal had extended their rules. ഈ മുഗൾ ഭരണം വ്യാപിച്ചു പോയി, ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചു. എവിടൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഓക്കെയാണോ? അടുത്ത് നോക്കിക്കേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇംഗ്ലീഷുകാർ നോക്കിക്കണം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഒന്നാം പാനിപ്പട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മലയാളത്തിൽ പാനിപ്പത്ത് യുദ്ധം എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻ 1526 ഇബ്രഹാം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദി ലോധി ഡൈനാസ്റ്റി, ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബൂൾ, ഫോർട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. ദിസ് ബാറ്റിൽ ഈസ് റിഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഈ നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ കട്ടിയുള്ള വാക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് മലയാളത്തിൽ അങ്ങ് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട, കാരണം എല്ലാ വാക്കുകളും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇതിനകത്തിൽ ഏത് വാക്ക്, ഇപ്പോൾ ലോധി ഡൈനാസ്റ്റി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. നിങ്ങൾ അതിൻ്റെ മലയാളത്തിൽ മേളിലോട്ട് എഴുതിയിട്ടോ, നമ്മുടെ ബുക്കിലല്ലേ കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്ത വാക്കുകൾ മലയാളം കേൾക്കുമ്പോൾ അവിടെ എഴുതിയിടുന്നത് തെറ്റൊന്നുമില്ല. എന്താ കുഞ്ഞുങ്ങളെ? ഇൻ 1526 എബ്രഹാം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോധി ഡൈനാസ്റ്റി, ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബുൾ, ഫോർട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. ദീസ് ബാറ്റിൽ ഈസ് റിഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇത് ഇംഗ്ലീഷുകാർക്കാണ്. ഇനി ഇതിൻ്റെ മലയാളം എന്താ നോക്കിയേ കുഞ്ഞുങ്ങളെ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ, അത്രയും സമയം പോകുന്നതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നില്ലേ? നല്ലപോലെ എഴുതാൻ പറ്റണം കേട്ടോ. നോക്കിക്കേ. ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ് അക്ബർ. അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. മലയാളംകാരെ കേട്ടോണേ. അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. സെൻറ്റൻസ് മാറ്റി പഠിക്കണം കേട്ടോ. ഞാൻ ഈ നമ്പർ ഇട്ട് വെച്ചേക്കുന്നത് നോക്കി നിങ്ങളും എഴുതി അതുപോലെ പഠിക്കണം കേട്ടോ. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെയും തുല്യനീതി അദ്ദേഹം നടപ്പാക്കി. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, നല്ലതുപോലെ എഴുതിയെടുക്കണേ. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കിയേ.
Akbar was a powerful ruler. He administered equal justice without any distinction of high, low caste, familiar, unfamiliar. He considered Hindu, Muslims, Christians alike. He treated the strong with force and the weak with mercy. കണ്ടോ, ഇത് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ തന്നെ സംശയമുള്ളത് മുകളിലും കിടപ്പുണ്ട് കേട്ടോ. നോക്കണേ, നോക്കിക്കേ. അടുത്ത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ഡാഷ് ദിൻ ഇ ലാഹി എന്ന് വെച്ചാൽ എല്ലാവർക്കും സമാധാനം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സമാധാനം. അതായത് എൻ്റെ ഇംഗ്ലീഷ് നോക്കിയേ, ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ആൾ റിലീജിയൻ അക്ബർ ക്രിയേറ്റഡ് ഡാഷ്. കണ്ടോ, ദിൻ ഐ ഇലാഹി എന്നാണ് എഴുതുക കേട്ടോ. ദിൻ ഇലാഹി എന്ന് പറയുന്നെങ്കിലും ഐ ഉണ്ടോ, അത് അതിങ്ങനെ എന്താ ഡോട്ടിട്ട് തന്നെ എഴുതുക കേട്ടോ. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പീസ് ടു ആളെന്നാണ്. അടുത്ത് നോക്കി, അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരെല്ലാം? Who were prominent among those who held high positions in the royal court of Emperor Akbar? മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് അതുകൊണ്ടാണ് ചെയ്യാത്തത്. ആരൊക്കെയാവും ഞങ്ങളെ? അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഉന്നത സ്ഥാനം വഹിച്ച ആൾക്കാരുടെ പേരാണ്. അത് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. രാജ ടോഡർമാൽ, ടോഡർമാൽ കേട്ടോ, ടോഡർമാൽ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മലയാളോടെ നോക്കണം. ടോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവത് ദാസ്, അതുപോലെ ബീർബൽ. ബീർബലിനെ അറിയാമല്ലോ. ആരൊക്കെയാ? ഈ 4 പേരെല്ലാം രാജായാണ്. രാജ ടോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ ഒക്കെയാണല്ലോ. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ. ജസിയ എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കിയത് നമ്മുടെ അക്ബറാണ് കേട്ടല്ലോ. 8 എണ്ണം ഒക്കെയാണോ നിങ്ങളെ? അടുത്ത് നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ടാണ് മുഗൾ സൈന്യത്തെക്കുറിച്ച് അല്ലെ മുഗൾ ആർമിയെക്കുറിച്ച് എഴുതാൻ. നോക്കി, അതിനകത്തിൽ തന്നെ നിങ്ങളോട് മാൻസബ്ദാരിയെക്കുറിച്ച് ചോദിച്ചാലും ഇത് തന്നെ അങ്ങ് എഴുതി കേട്ടോ. ഈ ഒന്നും അറിയാൻ വയ്യാത്തവരൊക്കെ അറിയാവുന്ന സെൻറ്റൻസുകൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കണം കേട്ടോ. അറിയാൻ വയ്യ എന്നും പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. അറിയാവുന്ന സോഷ്യലല്ലേ, സോഷ്യലിൽ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോണം കേട്ടോ. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. അതായത് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഒന്നാമത്തെ വരി. To expand kingdom as well as to maintain the expanded kingdom. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ടതിനും രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം അവർക്ക് ആവശ്യമായിട്ട് വന്നു. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. എന്ന് വെച്ചാൽ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം തന്നെ ഉണ്ടായിരിക്കുമെന്നാണ്. ദ ടൈറ്റിൽ മാൻസബ് റിഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻ. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ എന്ന പദവി സൂചിപ്പിച്ചത്. പരീക്ഷയ്ക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ എന്താ നിങ്ങളെ ഈ മാൻസബ എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ എന്താണ്? ദ ടൈറ്റിൽ മാൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി. കണ്ടോ, ഈ സ്പെല്ലിംഗ് ഓർത്തോണേ. ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ എന്ന പദവി സൂചിപ്പിക്കുന്നത്. ഇനിയോ, ദ റാങ്ക് ഓഫ് ദ മാൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. ഇവരെയൊക്കെ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇതെല്ലാം നടത്തുന്നതും കൂടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 സെൻറ്റൻസ് ഉണ്ട്. നിങ്ങൾ 4 എണ്ണമെങ്കിലും മിനിമം കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു 4 സെൻറ്റൻസ് സോഷ്യലിൽ കറക്റ്റായ സെൻറ്റൻസ് ഒരു പോയിന്റിനാവും നിങ്ങളെ മാർക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഇതിനകത്ത് പോയിന്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോ പോയിന്റിനും ഓരോ മാർക്ക് വെച്ച് നിങ്ങൾ എഴുതുമ്പം ആലോചിച്ച് വേണം എഴുതാൻ. അപ്പം മനസ്സബ്ദാരി ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് ഇതൊക്കെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, മുഗൾ ഭരണ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്തിൽ ഏറ്റവും ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ മുഗൾ ഭരണ രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരാണ് നമ്മുടെ നമ്മുടെ വേറൊരാളുണ്ടല്ലോ എന്തോ കുഞ്ഞുങ്ങളെ വിജയനഗര കിംഡത്തെക്കുറിച്ചും വിജയനഗര അതായത് കൃഷ്ണദേവരായ അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ. അതിനകത്തിലെ ചെറിയതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഈ മുഗൾ ഭരണ രീതി എന്ന് വെച്ചാൽ
മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന ഒരു ഭരണക്രമം തന്നെ രൂപപ്പെടുത്തിയിരുന്നത്. ഏറ്റവും മുകളിൽ ആരാണ്? സുബ. കേട്ടോ, അതൊരു ബോക്സ് ഇട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ സുബ, അതിൻ്റെ താഴെ സർക്കാർ, പിന്നെ പർഗാന, ഗ്രാമം എന്ന ഒരു ഭരണക്രമം തന്നെ ഈ അക്ബറിന്റെ കാലത്ത് കൊണ്ടുവന്നു. പിന്നോ രാജ്യത്തിന്റെ പരമാധികാരിയും കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തി തന്നെയായിരുന്നു. ഇപ്പം ഇന്നത്തെ കാലത്ത് എന്തൊക്കെ നമ്മൾ കോടതിയിൽ പോയി അന്തിമ തീരുമാനം, ഇപ്പോൾ കോടതിയല്ലേ തീരുമാനിക്കുന്നത്, പക്ഷേ നിങ്ങളെ അന്ന് ഈ ചക്രവർത്തി ആയിരുന്നു. മനസ്സിലായോ? ആ രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആ ചക്രവർത്തി ആയിരുന്നു. നീതിയും ന്യായവും അറിയാനായി പ്രത്യേകതരം കോടതികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നോ തീരുമാനത്തിൽ എന്തെങ്കിലും തൃപ്തിയുള്ളവർ എന്ന് വെച്ചാൽ എന്തെങ്കിലും അവർക്ക് സംശയമായിട്ടോ എന്തെങ്കിലും ഇതായിട്ട് തോന്നുവാണെങ്കിൽ ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാമായിരുന്നു. പറയാം എന്നാ പറയുന്നത്. അവർക്ക് നേരിട്ട് എന്നാൽ ചക്രവർത്തിയോട് കാര്യങ്ങൾ പറയാം. ഏത് ഭാഗമാണ് ശരിയെന്നോ തെറ്റെന്നോ എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരിട്ട് എന്ന് ചോദിക്കുകയും ചെയ്യും. ഇതിനകത്ത് നിങ്ങൾ ഈ 4 പോയിന്റും ടെസ്റ്റിൽ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് നോട്ട് വേണ്ടായോ? മുഗൾ ഭരണരീതിയെക്കുറിച്ച് നല്ലപോലെ അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. അക്ബറിന്റെ കാലത്ത് കൊണ്ടുവന്ന 4 എണ്ണത്തിന്റെ പേര് എപ്പോഴും ഓർത്തോണം. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം, അല്ലേ? ഇത് ഓരോ ഇതൊരു 4 തട്ടായിട്ട് അങ്ങ് തിരിച്ചിരിക്കുക. മീൻസ് ഏറ്റവും മുകളിൽ സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. രാജ്യത്തിൻ്റെ ഇത് എല്ലാവിധ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് നമ്മുടെ ചക്രവർത്തിയാണ്. കേട്ടോ, നീതിയും ന്യായവും എല്ലാം നടപ്പാക്കിയതും നമ്മുടെ ചക്രവർത്തിയാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വന്ന് ആരോട് പറയാം? നമ്മുടെ ചക്രവർത്തിയോട് പറയാനുള്ള ഒരു ഇതും എന്തുണ്ടായിരുന്നു എന്നാണ് മുഗൾ ഭരണരീതിയെക്കുറിച്ചാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത ഇതിനകത്തിൽ 2 എണ്ണമാണ് ഏറ്റവും പറഞ്ഞ മുഗൾ ഭരണത്തെക്കുറിച്ചും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് വിജയനഗരത്തെക്കുറിച്ചും. വിജയനഗരത്തെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഹു ഫൗണ്ടഡ് ദ വിജയനഗര കിങ്ഡം? ആരാണ് വിജയനഗരം സ്ഥാപിച്ചത്? ആരാണ്? ഹു ഫൗണ്ടഡ്? ആരൊക്കെയാ? ദ വിജയനഗര വാസ് ഫൗണ്ടഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ഇതൊക്കെ 4, 5, 6 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1313 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുഖാർ. കേട്ടോ, പേരോർത്തോണേ. അതായത് വിജയനഗരം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? CE 1336 ഹരിഹരനും ബുക്കറും എന്നീ സഹോദരന്മാരാണ്. ബുക്കർ എന്നാണ് കേട്ടോ, ബുക്കറും ഇവർ 2 പേരൂടെ ചേർന്നാണ് വിജയനഗരം സ്ഥാപിച്ചത്. വിജയനഗരത്തെ കുറിച്ച് എഴുതാൻ ചോദിക്കുമ്പോൾ ഒന്നാമത് എഴുതേണ്ട സെന്റൻസ് അതാണ്. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി നമ്മുടെ കൃഷ്ണദേവരായറാണ്. കൃഷ്ണദേവരായരെ കുറിച്ച് ചോദിക്കുമ്പോഴും ഒന്നാമത്തെ വരി അത് തന്നെ എഴുതി വെക്കണം കേട്ടോ. വിജയനഗരത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും ഈ ലൈൻ തന്നെ ഫസ്റ്റിൽ എഴുതണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? ആരാണ്? നമ്മുടെ കൃഷ്ണദേവരായയാണ് കേട്ടോ. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? ആരാണ്? കൃഷ്ണദേവരായ. ഓക്കെയാണോ? വിജയനഗരത്തിലെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് നമ്മുടെ കൃഷ്ണദേവരായ. ഓക്കെയാണോ നിങ്ങളെ? അടുത്ത് നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ കൃഷ്ണദേവരായർ അല്ലെങ്കിൽ നമ്മുടെ വിജയനഗരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള ഒരു 5 സെൻറ്റൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ എങ്ങനെയായാലും പഠിച്ചിരിക്കണം. ഞാൻ വായിച്ചു തരാം. ദക്ഷിണ ഇന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ അദ്ദേഹം പരിഗണിച്ചിരുന്നു. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കോട്ടകളും ഇദ്ദേഹം പണി കഴിപ്പിച്ചു. എത്ര സെൻറ്റൻസ്? 1, 2, 3, 4, 5, 6 സെൻറ്റൻസ് ഉണ്ട്. ഈ 6 എണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 എണ്ണമെങ്കിലും ഓർമ്മ വരത്തുള്ളൂ. ഇല്ലയോ? സത്യമല്ലേ? 6 സെൻറ്റൻസ്, ചെറിയ 6 സെൻറ്റൻസാണ്. ഇത് ഓർഡറിലെങ്ങും നിങ്ങളീ പോയോ എനിക്ക് ഓർഡർ അറിയത്തില്ല എന്ന് വിചാരിച്ചൊന്നും പേടിക്കണ്ടാവും ഞങ്ങളെ. ഈ 5 എണ്ണം തിരിച്ചോ മറിച്ചോ എങ്ങനെയായാലും ഈ ഒന്നും അറിയാൻ വയ്യാത്തടത്താണ് ഞാൻ എടുത്ത് പറയുന്നത്. അറിയാവുന്നവർ കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചോണം കേട്ടോ.
കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നത് ഒന്നും അറിയാൻ വയ്യാതെ ഈ പഠിക്കാൻ സോഷ്യൽ എന്നൊക്കെ പറയുമ്പം ഇത്രയും പഠിക്കണോ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്നൊരു ചിന്താഗതി വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. എന്താ ഞങ്ങളെ കൃഷ്ണദേവരായ എന്ന് വെച്ചാൽ ദക്ഷിണ ഇന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു നമ്മുടെ വിജയനഗരം. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ചിരുന്നു. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കോട്ടകളും ഇദ്ദേഹം പണി കഴിപ്പിച്ചു എന്നാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഞാൻ വായിച്ചത് കേട്ടെങ്കിലും 2-3 വരി എഴുതണേ കേട്ടോ. നോക്കിക്കേ, നമ്മൾ ഈ പറഞ്ഞ ഞാൻ മലയാളത്തിലായിരുന്നു ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷുകാർ പറയും ഞങ്ങൾക്ക് നോട്ടില്ലേ, നിങ്ങൾക്കും ഉണ്ട് കേട്ടോ. നോക്കിക്കേ, വിജയനഗര കിങ്ഡം. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1313 CE ബൈ ദ ബ്രദേഴ്സ് ആരൊക്കെയാ? ഹരിഹര ആൻഡ് പൂഖ. മുമ്പ് നമ്മൾ പറഞ്ഞാലാവും ഞങ്ങൾ, എൻ്റെ ഇംഗ്ലീഷാണ്. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. ഏറ്റവും നല്ല പോയിന്റുകളാണ് തന്നിരിക്കുന്നത് അല്ലേ. വിജയനഗര വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ പറ്റുന്ന, അല്ലെ ഓരോ മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. ഒന്നും കൂടെ വായിക്കാൻ നിങ്ങളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. വിജയനഗര കിങ്ഡത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മുഗളും വിജയനഗരയെക്കുറിച്ചും. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ആരൊക്കെയാണ്? ഹരിഹര ആൻഡ് ബൂക്ക. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. എന്നാൽ വിജയനഗര വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. എ ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റീജിയൻ. എന്ന് വെച്ചാൽ ഇത് ഇത്ര എണ്ണത്തിൻ്റെ മലയാളമാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കേട്ടോ. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്ത് അത്രയും സമയം കളയുന്നില്ല. നോക്കൂ നിങ്ങളെ അടുത്ത്, കമ്പയർ ദ റിലീജിയൻ പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. ഇനി നോക്കിക്കേ, കമ്പയർ ചെയ്ത് നോക്കേ. ഓൾ റിലീജിയൻസ് വേർ ട്രീറ്റഡ് ഇക്വാളിറ്റി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. അതിൻ്റെ മലയാളം ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ ഇംഗ്ലീഷുകാർ കേട്ടെ. ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഇക്വാളിറ്റി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. ബോത്ത് റൂളേഴ്സ് ഹാവ് റിലീജിയസ് ടോളറൻസ്, റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി. 4 സെൻറ്റൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഇക്വാളിറ്റി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. എന്നാൽ ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. ബോത്ത് റൂളേഴ്സ്, ബോത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയോ നിങ്ങളിവിടെ? അക്ബറും കൃഷ്ണദേവരായ കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്യാഞ്ഞുണ്ട്. ബോത്ത്, ഇനി അവരുടെ പേര് എഴുതിയാലും കുഴപ്പമില്ല. ഹാവ് റിലീജിയസ് ടോളറൻസ്. ഇവർ റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി. ഓക്കെ ആണോ? അതിൻ്റെ മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും തുല്യമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വിശ്വാസങ്ങൾ സ്വതന്ത്രമായി തുടരാൻ ഇവർ തീരുമാനിച്ചു. രണ്ടുപേരും മതസഹിഷ്ണുതയെ തുല്യമായിട്ട് കണ്ടു എന്നതാണ് അതിൻ്റെ മലയാളം കേട്ടോ. ഇനി അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അമര നായകാസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അമര നായകാസ്? അതായത് ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ ഈസ് നോൺ ആസ് ദ അമര നായകാസ്. വായിക്കാൻ അറിയണേ, മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യമായിരിക്കും. കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സിനെയാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ കൃഷ്ണദേവരുടെ മിലിറ്ററി ക്വാർട്ടേഴ്സിലെ കമാൻഡർമാരുണ്ട്. അവരെയാണ് എന്ത് പറയുന്നത്? അമരനായകൻ എന്ന് പറയുന്നത് കേട്ടോ. അമര നായകാസ് എന്ന് വെച്ചാൽ ആരാണ്? കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സിനെയാണ് പറയുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു അമരനായകാസ്. രാജാവ് കുറച്ച് ഭൂമി ഈ അമരനായകാസിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഇങ്ങനെ അലോട്ട് ചെയ്തിരിക്കുന്ന ലാൻഡുകൾ അല്ലേ, ഇങ്ങനെ കൊടുക്കുന്ന, ഇവിടെ അലോട്ടെന്ന് ചോദിച്ചത്, ഇങ്ങനെ കൊടുക്കുന്ന ഭൂമിക്ക് പറയുന്ന പേരാണ്, അലോട്ട് ചെയ്ത അവർക്ക് കൊടുക്കുന്ന ഭൂമിക്ക് പറയുന്ന പേരാണ് അമര എന്ന് കേട്ടോ. അമര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തോമരയും അമരയൊക്കെ, ഇതൊക്കെ ഇത് വെറുതെ കേട്ടോ. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരീഡ് ഔട്ട് ബൈ അമര നായകാസ്. ഈ അമര എന്ന് പറയുന്ന ഭൂമിയുടെ ഭരണം ചെയ്യുന്നത് തന്നെ അമര നായകാസ് ആണ്. നമുക്ക് 3 സെൻറ്റൻസേ ഞാൻ തന്നിട്ടുള്ളൂ. എന്താ ഞങ്ങളെ? ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ ഈസ് നോൺ ആസ് ദ അമര നായകാസ്. കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സിന് പറയുന്ന പേരാണ് അമര നായകാസ്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് ദ അമര ടു
അമരനായക. രാജാവ് കുറച്ച് ഭൂമി ഈ അമരനായകാസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത ഭൂമിക്ക് പറയുന്ന പേരാണ് ഇങ്ങനെ, ആ രാജാവ് കൊടുത്ത ഭൂമിക്ക് പറയുന്ന പേരാണ് അമര. അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ദ ക്യാരിഡ് ഔട്ട് ബൈ അമരനായക. അമര എന്ന് പറയുന്ന ഭൂമിയുടെ ഭരണം ചെയ്യുന്നത് ആരാണ്? ഈ അമരനായകന്മാരുമാണ് കേട്ടോ. അടുത്തത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അത് ലാസ്റ്റ് നോക്കൂ കുഞ്ഞുങ്ങളെ, ലാസ്റ്റ് നോക്കി. ഡാഷ് കിങ്ഡം ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് വിക്ടറി. എന്താണ്? വിജയനഗര. ഏത് രാജവംശമാണ് സിറ്റി ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നത്? വിജയനഗര. മറക്കല്ലേ കുഞ്ഞുങ്ങളെ. അടുത്ത ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? ഏതാണ്? ഈ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്? ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? കൃഷ്ണദേവരായ. വാട്ട് വേർ ദ 4 ഡൈനാസ്റ്റീസ് ഓഫ് വിജയനഗര എംപയർ? 4 രാജവംശങ്ങൾ ചേർന്ന് ആണ് ഏതാ നമ്മുടെ വിജയനഗര എംപയർ എന്ന് പറഞ്ഞു. ഏതൊക്കെയാന്ന് നോക്കിക്കേ. ഒന്ന് സംഗമ വംശം. ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ വംശമാണ്. സംഗമ വംശം. അത് ഏതൊക്കെയാണ്? ഹരിഹര, ബൂക്ക. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സംഗമ വംശം. ഇനി രണ്ടാമത്തെയാണ് സാലുവ. സ്പെല്ലിങ് നോക്കണേ കുഞ്ഞുങ്ങളെ, മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. സാലുവ. അതൊക്കെ ആരാണ്? നരസിംഹ സാലുവ. ആരാണ്? നരസിംഹ സാലുവ. ഇനി തുളുവ എന്ന് പറയുന്നതോ? വീര നരസിംഹ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. വീര നരസിംഹം മാത്രമല്ല, ഒരു കൃഷ്ണദേവരായുണ്ട്, 2 പേരുണ്ട്. ഇനി എന്താണ്? അരവിഡു. ആരാണ്? തിരുമലയുണ്ട്, വെങ്കിടയുണ്ട് കേട്ടോ. വെങ്കിട 1 കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് ഇച്ചിരി കട്ടിയാണ്, എന്നാലും നമുക്ക് ഫില്ലപ്പിനാണ്ട് ഈ പരീക്ഷയ്ക്കാണ്ട് ഫില്ലപ്പ് ഉണ്ടല്ലോ, മാച്ച് ചെയ്യാനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇടും കേട്ടോ. അങ്ങനെ നോക്കിക്കോണേ, ഇതുപോലത്തെ ഫില്ലപ്പിനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചൊക്കെ അങ്ങ് പഠിച്ചോണം കേട്ടോ. എന്താണ്? സംഗമ ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ ഹരിഹര ആൻഡ് ബൂക്ക. സലുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹ സലുവ. പിന്നെ തുളുവ എന്ന് വെച്ചാൽ വീര നരസിംഹനും കൃഷ്ണദേവരായയും. അരവിഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമല. ഇതൊക്കെ ഇച്ചിരി കട്ടിയുള്ള പേരായിട്ടോ, എന്നാലും പഠിക്കണം നിങ്ങൾ. കൃഷ്ണദേവരായ ഈസ് ദ റൂളർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയുടെയാണ്? തുളുവ. ഞാനിപ്പോൾ തൽക്കാലം ഇത്രയേ എഴുതുന്നുള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും എഴുതാനും ബുദ്ധിമുട്ടാണ്. ഇത് ഇത്രയും മിനിമം പഠിച്ചിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഏതാണ്? നമ്മളെ പിന്നെ വിജയനഗര കിങ്ഡത്തെക്കുറിച്ചും മുഗൾ ഭരണത്തെക്കുറിച്ചുമാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും കാരണം അവരെക്കുറിച്ച് ആണ് കൂടുതലും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് ഇത് എഴുതി തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ സംസാര രീതി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സും അടുത്ത ചാപ്റ്ററിൻ്റെയും ഇടാം കേട്ടോ. മനസ്സിലായെങ്കിൽ മാത്രം ഞാൻ മെനക്കെട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇത്രയും നോട്ടും ഇരുന്ന് എഴുതി സമയം കളയണ്ടല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് ചെയ്യണേ നിങ്ങൾ. ഒരുപാട് പേര് നോട്ട് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബറുടെ എണ്ണം കുറവാണ്. അപ്പം നിങ്ങൾ കാണുന്നവർ അതുകൂടെ ഒന്ന് ചെയ്തേക്കണം. ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.